നിലപാടെന്താ? കെ മുരളീധരൻ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഇതിനെ അങ്ങനെ അനുകൂലിക്കുന്നൊന്നുമില്ല. ഇപ്പം പിണറായി വിജയന്റെ വീട്ടിൽ പോയ അതേ ഇഡി ഞങ്ങളെ ഓഫീസിൽ വരാൻ വേണ്ടി പോവുക. അതുകൊണ്ട് എന്താ ചെയ്തത്? ഇഡി അന്വേഷണം നടത്തുന്ന സമയത്ത് ആ ഇഡി ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സുരക്ഷയും ഏർപ്പെടുത്താൻ UDFന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. ശരിക്ക് ഇഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അക്രമം നടത്താനും CPM പ്രവർത്തകർ കഴിഞ്ഞാട്ടം നടത്താനുമുള്ള എല്ലാ അവസരവും UDF ഗവൺമെന്റ് ഒരുക്കിയിരുന്നു. ശരിയല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഒരു തിരുവനന്തപുരം കോർപ്പറേഷനില് ഒരു BJPയുടെ കൗൺസിലറെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ആ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അയൽ വീട്ടുകാരും വന്നിരുന്നു, ഒരു 15 പേര്. അപ്പോഴാണ് നമ്മുടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചത്. പക്ഷെ ED ഉദ്യോഗസ്ഥന്മാരെ ഹിസ്റ്ററി ഉപയോഗിച്ച് CPM ക്രിമിനലുകൾ കൊല്ലാൻ ശ്രമിച്ചപ്പോ രമേശ് ചെന്നിത്തല പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചില്ല. ഇതിന്റെ പിന്നിൽ ഇതെന്താ കാരണം? ഈ EDയുടെ അന്വേഷണത്തിന്റെ കാര്യത്തില് CPMനും കോൺഗ്രസിനും ഒരേ നിലപാട്. മാത്രമല്ല, പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പിടികൂടപ്പെട്ട 5 പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ കോടതിയിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കള്ളം പറഞ്ഞു, കൃത്രിമ രേഖകൾ ഉണ്ടാക്കി, കോടതി കയ്യോടെ പിടികൂടി. അപ്പൊ ഈ അന്തർധാര വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. യഥാർത്ഥ കേരളത്തിലെ പ്രതിപക്ഷം IND സഖ്യമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. BJPയും NDAയാണ് യഥാർത്ഥ പ്രതിപക്ഷം. ഇത് ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഗുണകരമായ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ വിശ്വാസം. നിയമപരമായി ലംഘിച്ചതാണെങ്കിൽ നടപടിയല്ലേ എടുക്കേണ്ടത്? നടപടിയിലേക്കല്ലല്ലോ മുഖ്യമന്ത്രി. അല്ല, ഞങ്ങൾ പറഞ്ഞത് നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹം പൊളിറ്റിക്കൽ മാപ്പ് പറയണം. എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമുള്ളത് BC-മാരോട് മാപ്പ് പറയാൻ? എന്ത് അധികാരമാണ്? ഒരു പൊളിറ്റിക്കൽ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രി പറയേണ്ടത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെടും. അത് എന്ത് അധികാരമുള്ളതാണെന്നുള്ളതല്ല ചോദ്യം. നേതാക്കന്മാർ മുഖ്യമന്ത്രി പറയേണ്ടത് നിയമാനുസൃതം അല്ലെ? അദ്ദേഹം പറയണം കോൺഗ്രസിന്റെ നിലപാടാണിത്, സർക്കാരിന്റെ അല്ല. ഓക്കെ, KPCC പ്രസിഡന്റ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളത് മനസ്സിലാക്കി. അങ്ങയുടെ ചോദ്യത്തിന് ഞങ്ങൾ അങ്ങയോട് യോജിക്കാൻ തയ്യാറാണ്. KPCC പ്രസിഡന്റ് അല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയെ പറഞ്ഞത്. അത് വളരെ വ്യക്തമല്ലേ? ആരെ പ്രീതിപ്പെടുത്താനാണ്, ആരെ പ്രീണിപ്പിക്കാനാണ് ഈ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന എന്ന് വളരെ വ്യക്തമല്ലേ? അരി ആഹാരം തിന്ന എല്ലാ കേരളീയർക്കും മലയാളികൾക്കും ഇക്കാര്യം മനസ്സിലാകും. അപ്പൊ ശരിക്കും അന്തസ്സില്ലാത്ത പ്രവർത്തനം നടത്തിയത് ആരാ? അത് BC-മാരല്ല, അത് മുഖ്യമന്ത്രിയാണ്. ദേശവിരുദ്ധരെ പോയിട്ട് കാണുക, അവർ വീട്ടിലേക്ക് പോവുക, അവർ ഓഫീസിലേക്ക് പോവുക, അവരെ ന്യായീകരിക്കുക, ഇതെല്ലാം നടത്തിയൊരു മുഖ്യമന്ത്രി കേരള അന്തസ്സില്ലാത്ത പ്രവർത്തനം നടത്തിയെന്ന് മാത്രമല്ല, കേരളത്തിന്റെ യശസ്സിന് അതൊരു അപമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്റെ അദ്ദേഹമാണ് BC-മാർക്കെതിരായിട്ട് ഈ പ്രസ്താവന ഇറക്കിയത്. ഞാൻ വേറെ ചോദിച്ചോട്ടെ, ഇനി RSS നേതാവ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇവർ പങ്കെടുത്തത് തെറ്റാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. ഇപ്പോഴത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അയാൾ RSS-കാരനാണ്. ഇനി മുതൽ ജമാഅത്ത് ഇസ്ലാമിയെയും അതുപോലെ PFI-യെയും പ്രീതിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് RSS-കാരനായ പ്രധാനമന്ത്രിയെ ഞാൻ ഇനി മുതൽ കാണില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവൂ? അയാൾ നല്ല RSS-കാരനാണ്, RSS-ലൂടെ വളർന്നു വന്ന ആളാണ്. എന്നാ മുഖ്യമന്ത്രി പറയട്ടെ, ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി RSS-കാരനായതുകൊണ്ട് അയാളെ കാണാനും പോകില്ല, ചർച്ചയും ചെയ്യില്ല എന്ന് പറയട്ടെ. PFI നേതാവിനായിട്ട് മുഖ്യമന്ത്രി കണ്ടത് അത് PFI എന്ന സംഘടന നിരോധിക്കപ്പെടുന്നതിന് മുമ്പാണോ ശേഷമോ?
അല്ലെ എപ്പോഴായാലും ആള് മാറൂലല്ലോ. അത് നിരോധിക്കപ്പെട്ടതിന് ശേഷം അല്ല. അദ്ദേഹത്തെ പോലെ പൊതുപ്രവർത്തകൻ അങ്ങനെ കാണുകയും ആലിംഗനം ചെയ്യുകയും ചെയ്താൽ ഏതായാലും അത് മുഖ്യമന്ത്രി പറയട്ടെ. ഞാനൊരു ആരോപണം ഉന്നയിച്ചത് അതില് മുഖ്യമന്ത്രി പറയേണ്ടത് ഒന്ന്, ഞാൻ അങ്ങനെ ആലിംഗനം ചെയ്തിട്ടില്ല എന്ന് പറയും. ഇനി ആലിംഗനം ചെയ്തിട്ടുണ്ട്, അത് നിരോധിക്കുന്നതിന് മുമ്പായിരുന്നു അല്ലെങ്കിൽ പിൻപായിരുന്നു, അത് മുഖ്യമന്ത്രി പറയട്ടെ. അദ്ദേഹത്തെ വിട്ടുകൊടുക്കും. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ കൈകടത്തണ്ട. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാട് അവർക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയും RSSും ഒരേ സമയത്താണ് ഇന്ത്യയിൽ ആരംഭം കുറിച്ചത്. RSS ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതും എന്തായിരിക്കും നാളെ CPMന്റെ ഭാവി എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്ന നല്ലതായി ഇപ്പൊ ശ്രമിക്കുന്ന എന്താണെന്നറിയോ? ഇപ്പോ കിട്ടിയ വോട്ട് സംരക്ഷിക്കാനാണ് UDF ഈ മുഴുവൻ ഇത്തരം പ്രസ്താവന മുഴുവൻ നടത്തുന്നത്. നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചു പിടിക്കാനാണ് ഇപ്പൊ LDFും CPMും ശ്രമിക്കുന്നത്. ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി. LDFിനെ നിയന്ത്രിക്കുന്നത്, UDFിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി, PFIയും SDPയും. അതുകൊണ്ടാണ് ഇവർ ഒരേ പ്രസ്താവന നടത്തുന്നത്. ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലെ